കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ട് കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് അധിക സഹായം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പോയി. അവസാനം സുപ്രീം കോടതി ആ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന് ഇന്നത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുക, ആ തുക നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു വിവേചനവും വരുത്തിയിട്ടില്ല. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, വിശദമായിട്ട് ആ കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബെഞ്ചിന് വിട്ടു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിവേചനമില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് കഴിഞ്ഞ തവണത്തെ ഇഷ്യൂവിൽ പറഞ്ഞു. ഈ തവണയും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇനിയെങ്കിലും എന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളും ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ആ വീഴ്ചകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ആ നീക്കമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കരുതിക്കൊണ്ടെങ്കിലും ഈ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. കാരണം ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള, നിങ്ങളൊക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള മാധ്യമ സംവാദങ്ങളിലും ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ് ഇന്നലെ ഹൈക്കോടതി ഏതാണ്ട് അക്ഷരം പ്രതി പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ കണക്കില്ലാതെ, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് ചിലവഴിക്കാനുണ്ട് എന്നറിയാതെ നിങ്ങൾ ചെന്ന് കണക്ക് ചോദിക്കുന്നതിൽ കാര്യമില്ല. മാത്രമല്ല, മാനദണ്ഡങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രക്രിയയെക്കുറിച്ച്, എങ്ങനെയാണ് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ സഹായം നൽകാനുള്ള നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ നിയമം എന്നുള്ളത് ഒന്നുകിൽ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലായതിന് ശേഷം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ, എല്ലാ കാര്യത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമം അവസാനിപ്പിക്കണം ഇനിയെങ്കിലും. കാരണം ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാധ്യമങ്ങളിൽ ഇന്നലത്തെ പരാമർശത്തിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ചില വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണാതിരിക്കുന്നില്ല. ആ വിശദീകരണങ്ങൾ കോടതിയിൽ പറയാൻ കഴിയാത്ത ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവർക്ക് കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ഒന്നും സാധിക്കുന്നില്ല, ഒന്നുമില്ല അവരുടെ കൈവശം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ദുരന്തത്തെ ഉപയോഗിക്കരുത്.